ഹലോ, ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്നല്ലേ? എങ്ങോട്ടാണെന്ന് തീരുമാനിച്ചിട്ടില്ല. ചുമ്മാ അങ്ങ് വണ്ടി എടുത്തിട്ട് അങ്ങ് കറങ്ങാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരു കൂട്ടുകാരിയും കൂടി ഉണ്ട് കേട്ടോ. ആളാണ് വണ്ടി ഓടിക്കുന്നത്. സ്ഥിരമായിട്ട് വരുന്ന കൂട്ടുകാരിക്ക് ചെറിയൊരു തിരക്കുള്ളത് കൊണ്ട് അവൾ ആ വഴിക്ക് പോയി. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ ബൈക്കെടുത്ത് ഇതുവഴി ഇങ്ങ് വന്നു. എത്തിപ്പെടുത്ത് കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പക്കടയിലാട്ടോ. ഫേമസ് ആണ് കട്ടൻ ചായയും ഉണ്ണിയപ്പവും. ഇവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ. പിന്നെ ഇഡ്ഡലി. ഞങ്ങൾ ചെന്നപ്പോൾ ഇഡ്ഡലിയൊക്കെ കഴിഞ്ഞു, കട്ടൻ ചായയും ഉണ്ണിയപ്പവും കിട്ടി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് വ്ളോഗർമാർ അന്നേരം അവിടെ ഉണ്ടായിരുന്നു, വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മുന്നോട്ട് പോയി. യൂക്കാലിക്സിൻ്റെ നടക്കൂടെ നല്ല സ്മെല്ലടിച്ചിട്ട്, എന്താ പറയുക, നമ്മൾ ഈ വിക്സ് വാട്ടയിൽ വീണ സ്മെല്ലായിരുന്നു. അങ്ങനെ അങ്ങ് വണ്ടി എടുത്ത് പോയി. ഒരു 2 മണി വരെ സമയമുള്ളൂ, ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് വരണം. നല്ല ഭംഗിയല്ലേ കാണാൻ, തണുത്ത കാറ്റും നല്ല പച്ചപ്പും. മറ്റേ കൂട്ടുകാരി ഇടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു, എവിടെ എത്തി, എപ്പോൾ തിരിച്ചു വരുമെന്ന്. ഞങ്ങൾ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് മുങ്ങിയതാ. അവളുടെ തിരക്ക് കഴിയുമ്പോൾ ഒന്നിച്ച് കണ്ടുമുട്ടാവുന്ന തീരുമാനത്തിലേ. അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടത് ദാ ഇവിടെയാണ്. തിരുനെല്ലി റോഡിന് തിരിഞ്ഞപ്പോൾ കണ്ടതാണേ, കാടിന് നടുക്കൊരമ്പലം. നല്ല ഭംഗിയാണ് കാണാൻ. കല്ലുകൊണ്ട് മാത്രം കെട്ടിയ ഒരമ്പലം. റോഡിൽ നിന്ന് നോക്കി അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കൊന്നുമില്ല കേട്ടോ. കണ്ടോ എന്ത് ഭംഗിയാണ്. ഇത് അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഭാഗമാണ്, ഇത് അമ്പലമല്ല കേട്ടോ. എനിക്കിങ്ങനെ കല്ലുകൊണ്ട് കെട്ടിയതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. ഇവിടുന്ന് കുറച്ച് ഉള്ളോട്ട് മാറിയാലാണ് അമ്പലം. അത് ആരുടെയും കണ്ണിലേക്ക് അങ്ങനെ എത്തൂല. ആ വരുന്ന വഴിക്കുള്ള ആ കെട്ടു മാത്രമാണ് ആളുകൾ കാണുള്ളൂ. 2 അമ്പലമുണ്ട്. ഇത് എങ്ങനെയാ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ഒരുപാട് റീലുകളിലൂടെ മാത്രമേ ഈ അമ്പലം കണ്ടിട്ടുള്ളൂ. നല്ല ഭംഗിയല്ലേ കാണാൻ ആ സ്ഥലമൊക്കെ. ഞാൻ അകത്തേക്കൊന്നും പ്രവേശിച്ചില്ല. അമ്പലത്തിൻ്റെ ആ ചുറ്റുവട്ടത്ത് മാത്രം, അമ്പലം ദൂരേന്നും നോക്കി കണ്ട് ആസ്വദിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. കാടിനോട് ചേർന്ന് കല്ലുകൊണ്ട് കെട്ടിയ ഈ അമ്പലം പ്രത്യേക ഒരു ഭംഗിയാണ്. അവിടുത്തെ കാറ്റും കാലാവസ്ഥയും എല്ലാം. ഇവിടെ നമുക്കൊക്കെ കയറാൻ പറ്റുമോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ റോഡ പോകുന്ന ഒരു ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഇവിടേക്ക് കയറാൻ പറ്റുമോ എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. കയറുന്നതിനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കയറിയതാണ് കേട്ടോ. എനിക്കിവിടുത്തെ കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയില്ല. ഈ വീഡിയോ കണ്ട് ആരും ചാടി പുറപ്പെടരുത് കേട്ടോ. ഒരുപാട് റീലുകളൊക്കെ ഉണ്ട് ഇങ്ങനൊരു അമ്പലത്തിനെക്കുറിച്ച്. പക്ഷേ അതൊക്കെ നമുക്കെല്ലാവർക്കും കയറാൻ പറ്റുന്ന സ്ഥലമാണോ എന്ന് എനിക്കറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും വളരെ ഭംഗിയാണ് ഇവിടം കാണാൻ. അങ്ങനെ അവിടെയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ട് അപ്പോഴത്തേക്കും കൂട്ടുകാരി വിളിച്ചു, വാ നമുക്ക് ടൗണിൽ വെച്ച് കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞങ്ങൾ മെല്ലെ പുറപ്പെട്ടു കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു പൂ കണ്ടത്. അപ്പോൾ കൂടെ വന്ന ചേച്ചിക്ക് അതിൻ്റെ ഒരു ചെടി വേണമെന്ന് പറഞ്ഞു. എന്തോ സാധനം ചവിട്ടിപ്പോയ പാടൊക്കെ ഉണ്ട്, എന്നതാണെന്നൊരു പിടുത്തവുമില്ല. ഇതും കണ്ടുകൊണ്ട് ആരും അങ്ങോട്ട് കയറി ചെല്ലണ്ട കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് ദാ ഇങ്ങനെ കുറേ കുരങ്ങുകൾ. എല്ലാത്തിൻ്റെ കയ്യിലും കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ അവരുടെ കളികളൊക്കെ കണ്ട് ആസ്വദിച്ചു. പിന്നെയും കുറച്ചും കൂടെ മുന്നോട്ട് വണ്ടി എടുത്ത് പോയപ്പോഴാണ് ഒരു അടിപൊളി സ്പോട്ട് കണ്ടത്. പക്ഷേ ഇവിടെ ഉള്ളോട്ട് ഇറങ്ങാൻ നമുക്ക് അനുവാദമില്ല കേട്ടോ. കുറച്ച് ചേട്ടന്മാർ അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പം അവിടെ ആടിനെ മേയ്ക്കാമെന്നൊരു ചേട്ടൻ പറഞ്ഞു. നേരത്തെ ഒരു 2 പേര് ഇറങ്ങിയപ്പോൾ ഫോറസ്റ്റുകാർ വന്ന് വഴക്ക് പറഞ്ഞു വിട്ടതാണ്. അപ്പം ഞങ്ങൾ ഇറങ്ങിയില്ല. അത് കേട്ടേം പാട് വണ്ടി എടുത്ത് സ്ഥലം വിട്ടു. എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരും അവിടെ കാണാൻ ചെല്ലണ്ട കേട്ടോ. അടിപൊളി സ്ഥലമാണ്, പക്ഷേ നമുക്കവിടെ ഇറങ്ങാനുള്ള അനുവാദമില്ല. അപ്പോൾ ടാറ്റ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.